ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്ചർ കിറ്റ്. അപ്പോൾ ഇന്ന് നമ്മളെടുത്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയോ മൊബൈൽ ഫോണോ ആണ്. അപ്പോൾ മൊബൈലിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. അതായത് കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു. അപ്പോൾ ഇതാണ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ സ്നാപ്സീഡ്, ലൈറ്റ്റൂം, പിക്സാർട്ട്. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷനാണ് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതേക്കൂട്ട് ഫോട്ടോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചുമ്മാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയത്. എങ്കിലാണ് ഞാൻ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. So without wasting any more time, let's get started. അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് പോകണതിന് മുന്നേ 2 ദിവസമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അത് കാരണമാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലേ ആയത്. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിച്ചായിരുന്നു. പക്ഷേ ഇനി നമ്മൾ കട്ടയ്ക്ക് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നേരെ ഫോട്ടോ എടുക്കാൻ പോകാം. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ എടുത്തിട്ട് ക്യാമറ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്, അതായത് കറക്റ്റ് ആ പച്ചപ്പിൽ കൊണ്ടുപോയി മൊബൈൽ വെച്ചു. അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ലൈറ്റിങ്. അപ്പോൾ ഒരു 4 മണി 5 മണി ആ ടൈമിലൊക്കെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഉച്ചയ്ക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതായത് ഹൈലൈറ്റൊക്കെ കൂടി നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫോട്ടോ കിട്ടൂല. അപ്പോൾ കുറച്ച് ഈവനിങ് ടൈമിലൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ. അപ്പോൾ ആംഗിളും ലൈറ്റിങ്ങും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു രീതിയിൽ പക്കായിട്ട് ഫോട്ടോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ബാക്കി ഫോട്ടോ എടുക്കാം. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി മൊബൈൽ കറക്റ്റ് നമ്മൾ പുല്ലിനകത്ത് ഫോക്കസ് ചെയ്തിട്ട് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മൊബൈലിലെടുത്ത ഫോട്ടോസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മൊബൈലിലെടുത്ത ഫോട്ടോ. ഇനി നമുക്ക് മെയിനായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തേക്കാം. അപ്പോൾ എഡിറ്റിങ്ങിനായിട്ട് സ്നാപ്സീഡും ലൈറ്റ്റൂമും പിക്സാർട്ടും. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ എഡിറ്റിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോട്ടോയുടെ സ്നാപ്സീഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എടുത്തിട്ട് ടൂൺ ഇമേജ് കൊടുക്കുക. അതിനുശേഷം ബ്രൈറ്റ്നസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. കോൺട്രാസ്റ്റും കുറച്ചൊന്ന് കൂട്ടി കൊടുത്തു. അതിനുശേഷം സാച്ചുറേഷൻ കുറച്ചൊന്ന് കൂട്ടി. പിന്നെ ആംബിയൻസും കുറച്ചൊന്ന് കൂട്ടി. ഹൈലൈറ്റ് കുറച്ചു. പിന്നെ ഷാഡോയും പൊടിക്കൊന്ന് കൂട്ടി. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ക് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസ് എടുക്കുക. അതിനുശേഷം കർവ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ടിങ്ങേറ്റത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കുക. അതിനുശേഷം ഫെയ്ഡഡ് എടുക്കുക. അപ്പോൾ ഫെയ്ഡഡ്, ഡാർക്കൺ, അപ്പോൾ ഇഷ്ടമുള്ളത് എടുക്കുക. ഞാൻ ഇപ്പോൾ ഫെയ്ഡഡ് എടുത്തു. അതിനുശേഷം ടിക്ക് കൊടുത്തു. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്നാപ്സീഡിൽ എഡിറ്റിംഗ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വന്നേക്കണം സ്നാപ്സീഡിലെ എഡിറ്റിംഗ്. ഇനി നമുക്ക് നേരെ ലൈറ്റ്റൂമിലേക്ക് ഈ ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫോട്ടോ ലൈറ്റ്റൂമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലൈറ്റ്റൂമിന്റെ ലോഗോയിലുള്ള പോലെ ബ്ലൂ കളർ ആക്കി എടുക്കണം. അപ്പോൾ ഗൈസ്, അതിനായിട്ട് ഞാൻ നേരെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എടുത്തിട്ട് കർവ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എടുത്ത് ബ്ലൂ സെലക്ട് ചെയ്തു. അതിനുശേഷം സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് മേലെ സൈഡിലേക്ക് കളിക്കുമ്പോൾ ബ്ലൂ ആയി. എന്നിട്ട് നേരെ വൈറ്റ് എടുക്കുക. അതിനുശേഷം കുറച്ചൊന്ന് വൈറ്റ് ഒന്ന് കുറച്ച് എടുക്കുക. ഒരു പൊടിക്ക് നിങ്ങളുടെ അനുസരിച്ച് കുറച്ചൊന്ന് കുറച്ചു. അതിനുശേഷം ഡൺ കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ നേരെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. കോൺട്രാസ്റ്റ് കുറച്ചൊന്ന് കുറച്ചു. ഹൈലൈറ്റ് കുറച്ചൊന്ന് കുറച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഹ്യൂവിൽ പോയിട്ട് കളറും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ ഹ്യൂ എടുത്തിട്ട് കുറച്ച് കളറൊന്ന് കൂട്ടി, ഒരിത്തിരി കൂട്ടി, പൊടിക്കൊന്ന് കൂട്ടി. അതിനുശേഷം സാച്ചുറേഷൻ എടുത്തിട്ട് സാച്ചുറേഷൻ കുറച്ചൊന്ന് കുറച്ചു. ഒരു ബ്ലൂ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ലൂമിയൻസും കുറച്ചൊന്ന് കുറച്ചു. അപ്പം നമ്മുടെ ഫോട്ടോ ബ്ലൂ ആയിട്ടുണ്ട്. ഇനി നേരെ വീണ്ടും തയ്ക്കുമായിട്ട് എന്ത് ചെയ്യുക, ക്ലാരിറ്റി കുറച്ചൊന്ന് കൂട്ടി കൊടുത്തു ഫോട്ടോവിൻ്റെ. അതേപോലെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ബ്ലാക്കും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു മൂഡി എഫക്റ്റ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ആഡ് ചെയ്ത ഫോട്ടോ എഡിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ 2 ആപ്ലിക്കേഷൻ വെച്ച് 2 ഫോട്ടോ എഡിറ്റ് ചെയ്തു. ഇനി നമുക്ക് പിക്സാർട്ട് ചെയ്യേണ്ടതും കൂടെ ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോട്ടോയുടെ പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി FX എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ എടുത്തിട്ട് ഇങ്ങനെ അറ്റത്തേക്ക് പോകാൻ കളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് വരാൻ ഹ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് എമൗണ്ട് ഒന്ന് മാറ്റി കൊടുക്കാൻ നേരം കളറും കാര്യങ്ങളൊക്കെ മാറുന്നതാണ്. ഞാൻ ജസ്റ്റ് പിക്സാർട്ടിൻ്റെ ഒരു കളർ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ,
ഇനി നേരെ ടിക്ക് കൊടുത്തു. ഇപ്പം കണ്ടില്ലേ, ജസ്റ്റ് പിക്സാർട്ടിൻ്റെ കളറായി. ഇനി ഈ 3 ഫോട്ടോയും നമുക്ക് അടുപ്പിച്ച് വെച്ച് ലോഗോയും വെച്ച് സെറ്റ് ആക്കേണ്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് പോകുന്നേരം അതായത് ഇവിടെ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്തു. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആരോ ഞെക്കുക. അപ്പോൾ ഗൈസ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോകാൻ നേരം ലാൻഡ്സ്കേപ്പ് പോലെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം റേഷ്യോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം, ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുകയാണ്. അതിന് ശേഷം നമ്മുടെ ഫോട്ടോൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അതിന് സേവ് കൊടുക്കുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ആഡ് ഫോട്ടോ നോക്കിയിട്ട് ഇപ്പം ഞാനിവിടെ ലൈറ്റ് പിക്സാറിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഞെക്കിയിട്ട് ആഡ് കൊടുത്തു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കൊണ്ട് വെക്കുക. അപ്പം നമുക്ക് ഓരോന്നോരോന്നായി വെക്കണമെങ്കിൽ റബ്ബ് കൊടുത്തിട്ട് ഇൻവേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ എടുത്തിട്ട് ലൈറ്റ് മാത്രം ഇതാക്കുക. അതിന് ശേഷം ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കറക്റ്റ് കൊണ്ടുപോയി വെക്കാം. ഇപ്പോൾ ലൈറ്റ് വെച്ചു. പിന്നെ ആഡ് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഒന്നുകൂടെ ആഡ് ചെയ്യുക. ഫോട്ടോ ആഡ് ചെയ്തു. അതിനുശേഷം അപ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ല പക്കായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈലിൽ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മൊബൈലിൽ എടുത്ത ഫോട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ ഈ ഫോട്ടോ ചെയ്യേണ്ട ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈസിയാണ്. അപ്പോൾ ഇതേക്കൂട്ട് ഫോട്ടോസൊക്കെ ചെയ്തിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യുകയോ മെൻഷൻ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ എന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഇതിന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്ചർ കിഡ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഫോട്ടോ ഏതായിരുന്നു? ഫോട്ടോ ഒന്നുകൂടെ പറയാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം കേസ് പോക സ്മോക്ക് എഫക്റ്റ് ആട്ടോ, PNG ഒന്നുമല്ല, ഒറിജിനലാണ്. നമ്മളിപ്പോൾ എവിടെയാണ് നിർത്തിയത്? ഫോട്ടോ ഭയങ്കര ലൈറ്റ് ആയിരിക്കും, ഒരു മൂടി എഫക്റ്റ് ഉണ്ടാവില്ല. എഡിറ്റ് ചെയ്യാൻ നേരം മൊത്തത്തിൽ കൊളായി പോവും. അതുകൊണ്ട് 4 മഞ്ഞ്